എഫേസ്യ ലേഖനം 6 അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. ആംഗൽക്രൂസായുടെ സർവ്വതന്ത്രങ്ങൾക്കും എതിരായി നിൽപ്പാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുവാൻ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ആംഗൽക്രൂസായുടെ പിശാചിൻ്റെ സർവ്വതന്ത്രങ്ങൾക്കും എതിർത്ത് നിൽക്കാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരു പോരാട്ടത്തിൻ്റെ ജീവിതമാണ്. നമ്മുടെ പോരാട്ടം ഭൗതികമായ എന്തിനോടെങ്കിലും അല്ല. നമ്മുടെ പോരാട്ടം ഈ ഭൂമിയിലെ വ്യക്തിത്വങ്ങളോടല്ല. നമ്മുടെ പോരാട്ടം അന്ധകാര സേനകളോടാണ്, തിന്മയിലേക്ക് നയിക്കുന്ന ശക്തികളോടാണ്. അതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ കരുതലുള്ളവരായിരിക്കണം. ഈ ലോകം നമ്മെ തിന്മയിലേക്ക് സ്വാധീനിക്കുന്ന ഒരുപാട് വഴികൾ നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജാഗ്രതയോടെ നമ്മളായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പല വിധത്തിലുള്ള പാപത്തിൻ്റെ സ്വാധീനങ്ങളിലേക്ക്, മായാവലയങ്ങളിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടേക്കാം. ഐക്യത നശിപ്പിക്കുന്ന വിഭജനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളിലേക്ക് നമ്മൾ വീടുപോയേക്കാം. ഈ വിധത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും ഈ ലോകത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ കാലടിയും വയ്ക്കുവാനെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ എതിർക്കണം. എങ്ങനെയാണ് പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർക്കേണ്ടത്? സർവായുധ വർഗം ധരിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നു. ഏതാണ് സർവായുധ വർഗം? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നാളും നമ്മൾ ഒരു ബെൽറ്റ് ധരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്താണ് ആ ബെൽറ്റ്? അത് സത്യം കൊണ്ട് അരകെട്ടുകയാണ്. ജീവിതത്തിൽ എന്നും സത്യം മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നീതി എന്ന് പറയുന്ന പടച്ചട്ട നമ്മൾ ധരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നീതിക്ക് വേണ്ടി, നീതിയുടെ ശബ്ദമായി നീതിക്ക് വേണ്ടി ജീവിക്കുന്ന, നമ്മുടെ ഉള്ളിലും പുറത്തും നീതിയുള്ള വ്യക്തിത്വങ്ങളാകുവാൻ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഹെൽമറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് രക്ഷ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നമ്മെ എല്ലാ തിന്മകളെയും എതിർക്കുവാൻ, ഏത് പ്രതിസന്ധിയിലേക്കും കടന്നു ചെല്ലുവാൻ നമുക്ക് ശക്തി നൽകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം പരിച പോലെയാണ്. അതുപോലെ ദൈവവചനമാകുന്ന വാൾ, ദൈവവചനം നമുക്ക് വാൾ പോലെയാണ്. ഏത് തിന്മയെയും, ഏത് നിരാശയെയും, ഏത് പരാജയത്തിൻ്റെ അവസ്ഥകളെയും നേരിടുവാൻ ദൈവവചനത്തിലൂടെ നമുക്ക് കഴിയും. ഏത് മുള്ളിനെയും അതിജീവിക്കുവാൻ, ചവിട്ടിമെതിക്കുവാൻ സമാധാനത്തിൻ്റെ സുവിശേഷം നമ്മുടെ കാലിന് ചെരുപ്പാക്കി മാറ്റിയാൽ കഴിയുമെന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഈ ദിവസത്തെ യാത്ര ദൈവികമായ നന്മകളാൽ, ദൈവിക അനുഗ്രഹങ്ങളാൽ, സത്യം കൊണ്ട് നിറഞ്ഞ, നീതി കൊണ്ട് നിറഞ്ഞ, സമാധാനം കൊണ്ട് നിറഞ്ഞ, രക്ഷയിൽ നിറഞ്ഞ ഒരു യാത്രയായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.